നിങ്ങൾ അത്തരം കാര്യങ്ങളെ കാണാതെ ഒരു യുക്തിവാദി അല്ലെങ്കിൽ മറ്റുള്ള മതങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള ഇത് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്യാതെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ആധികാരികമായിട്ട് പറയൂ സുഹൃത്തെ, എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഏതായാലും എന്താ വെച്ചാൽ സുഹൃത്ത് ഇവിടെ പറഞ്ഞത്, ഒന്ന് ഞാനൊരു യുക്തിവാദിയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഞാനും പറഞ്ഞിട്ടില്ല. ഇതെന്താന്ന് വെച്ചാൽ യുക്തിവാദികൾക്ക് മറുപടി പറയാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടൊരു പ്രോഗ്രാം. ആ പ്രോഗ്രാം എന്നുള്ള നിലക്ക് സ്വാഭാവികമായും എൻ്റെ വിഷയാവതരണത്തിൻ്റെ ഒരു പ്രതിധ്വനി അതിൽ വന്നുകൊണ്ടേയിരിക്കും. അതിൽ വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ യുക്തിവാദത്തെയും ഇസ്ലാമിനെയുമാണ് പ്രധാനമായും ഇവിടെ താരതമ്യം ചെയ്യുന്നത്. ആ ഇസ്ലാമിന് നേരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു പശ്ചാത്തലം വെച്ചുകൊണ്ട് സ്വാഭാവികമായും ഞാൻ യുക്തിവാദത്തിൻ്റെ നിലപാടിനെ വിലയിരുത്തും. അത് സുഹൃത്ത് അതാണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടല്ല ഞാൻ പറഞ്ഞത്, ആ വിഷയം ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആദ്യം മനസ്സിലാക്കുക. രണ്ടാമതായി, സുഹൃത്തിൻ്റെ പക്ഷം വെളിപ്പെടുത്താൻ സുഹൃത്ത് സന്നദ്ധമല്ല. പക്ഷം വെളിപ്പെടുത്താൻ സന്നദ്ധമല്ല. അതാ എൻ്റെ സ്വന്തം പക്ഷം, അതാണ്. ആ പക്ഷത്തിന് കുറെ നിലപാടുകൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. ഓരോ വിഷയത്തിലും എന്താണ് നിലപാട്. ഇപ്പോൾ ഒരു ആണും പെണ്ണും തമ്മിൽ പ്രശ്നം ഉണ്ടായി, വിവാഹം ഒരു നിലക്ക് മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നാണ് നിലപാട്? വിവാഹമോചനം ചെയ്യണമെന്നാണോ അല്ല എന്നാണോ? എന്താണ് ആ വിഷയത്തിലെ നിലപാട്? ഒരു പുരുഷന് ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടാമോ പാടില്ലേ, എന്താണ് നിലപാട്? അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ വിഷയത്തിലും എന്താണ് നിലപാട്? ആ നിലപാടിന്റെ ആധാരം എന്താണ്? അത് എവിടുന്നാണ് നിർദ്ധരിച്ചെടുക്കുന്നത് എന്നെല്ലാം പറയാം. പക്ഷേ അങ്ങനെ ഒരു പക്ഷം വെളിപ്പെടുത്താതിരിക്കുന്നത് സുഹൃത്തിന് സ്വാതന്ത്ര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ഇവിടെ എന്തായാലും ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ സുഹൃത്ത് പറഞ്ഞത് ആധികാരികമായി ഞാൻ സംസാരിക്കണം, എന്തെങ്കിലും എല്ലാം പറയരുത്. ഇത് ഈ രീതിയിൽ കാര്യങ്ങൾ വളച്ചൊടിക്കരുത് എന്നല്ലാണ്. ഏതായാലും എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് വെച്ചാൽ സുഹൃത്തോട് 3 വിഷയങ്ങൾ പറഞ്ഞിരുന്നു. 3 വിഷയങ്ങൾ. ഒന്ന് പേരക്കുട്ടിയുടെ അനന്തരാവകാശ സ്വത്ത്, രണ്ടാമത്തേത് സ്ത്രീ ബഹുഭാര്യത്വം, മൂന്നാമത്തേത് വിവാഹമോചനം. ആ 3ഉം ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിട്ടേ ഇല്ല. ആ 3ലും ഏതെങ്കിലും പ്രതികരണങ്ങൾ പറഞ്ഞിട്ടേ ഇല്ല. ആ 3 വിഷയത്തിലും ഞാൻ പറഞ്ഞ ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റാണെന്ന് ഇവിടെ സമർത്ഥിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് സുഹൃത്ത് ചെയ്തെന്ന് വെച്ചാൽ പുതിയ കുറെ വിഷയങ്ങൾ എടുത്തിട്ടു. ആ പുതിയ വിഷയങ്ങൾ എടുത്തിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ആധികാരികമായിട്ടല്ല സംസാരിച്ചതെന്നാണ്. ഞാൻ ആധികാരികമായിട്ടല്ല സംസാരിച്ചതെന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറഞ്ഞ ആർഗ്യുമെന്റ്സിനെ കൗണ്ടർ ചെയ്യാനുള്ള ശ്രമം ഉണ്ടാകേണ്ടിയിരുന്നു. അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ആധികാരികമല്ലാത്തത് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാം, മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തെറ്റുപറ്റാം, എൻ്റെ അറിവുകൾക്ക് പരിമിതി ഉണ്ടാകാം, എൻ്റെ ധാരണകൾക്ക് പരിമിതി ഉണ്ടാകാം, ഞാൻ കാര്യങ്ങൾ പറയുന്നിടത്ത് അബദ്ധം ഉണ്ടാവും, എല്ലാം ഉണ്ടാവാം. പക്ഷെ അത് പറയുന്നതിന് പകരം വെറുതെ കേവലം നമ്മളൊരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി ആധികാരികത ഇല്ലാതെ പറയരുത് എന്നാണ് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത്. അപ്പോ പുതിയ പ്രശ്നങ്ങളാണ്. ഏതായാലും ഞാൻ ആത്മാർത്ഥമായി വിചാരിക്കുന്നത് സുഹൃത്ത് സത്യസന്ധനായ ഒരു സത്യാന്വേഷിയാണെങ്കിൽ ഇസ്ലാമിനോട് കുറച്ചുകൂടി സുഹൃത്ത് സോഫ്റ്റ് ആയിട്ടുണ്ടാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ 3 പ്രശ്നങ്ങൾ തീർന്നു. 3 പ്രശ്നങ്ങളുടെ കാര്യം മനസ്സിലായി. അതെന്താ വെച്ചാൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഞാൻ മനസ്സിലാക്കിയതുപോലെയല്ല, കുറെ കൂടി പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യമെങ്കിലും സുഹൃത്തിന് കിട്ടിയെങ്കിൽ ഞാൻ തീർച്ചയായും കൃതാർത്ഥനാണ്. അങ്ങനെ കിട്ടട്ടെ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഉന്നയിക്കപ്പെട്ട പുതിയ വിഷയങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 20 ഭാര്യമാരുണ്ടായിരുന്നു. അത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. എനിക്ക് അറിഞ്ഞൂടെ ഹൈക്കൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്. റസൂലുള്ളാഹിക്ക് 20 ഭാര്യമാരുണ്ടായിരുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏതായാലും പുതിയൊരു അറിവാണ്. ഹുസൈൻ ഹൈക്കലിന് അങ്ങനെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം എവിടെയെങ്കിലും അത് എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈക്കലിന്റെ പുസ്തകം പരിശോധിച്ച ശേഷം മാത്രമേ ഹൈക്കൽ പറഞ്ഞതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുള്ളൂ. പക്ഷെ റസൂലുള്ളാഹി ചെയ്തതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയും. കാരണം റസൂലുള്ളാഹി 20 പെണ്ണ് കെട്ടണ്ടേ? 20 ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. നമ്മൾ സംസാരിക്കുന്ന ഒരു രീതി ആത്മാർത്ഥമായി പുനഃപരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താ തെളിവ്? മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ ആരാണ്? മുഹമ്മദ് ബിൻ ഹുസൈൻ ഹൈക്കൽ? അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ ഗ്രന്ഥകാരനാണെന്ന് നമ്മൾക്കറിയാം. അദ്ദേഹം പ്രവാചകന്റെ സമകാലികനാണോ? പ്രവാചകന്റെ ജീവിതം കണ്ടയാളാണോ? പ്രവാചകന്റെ ജീവിതം കണ്ടവരെ കണ്ടയാളാണോ? വിശ്വസ്തമായ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളാണോ? ആരുമല്ല. ആർക്കും ഏത് പുസ്തകം എഴുതാം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഹൈക്കലിനെ ഞാൻ വിമർശിക്കുകയല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തെ ഞാൻ വിമർശിക്കുകയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സുഹൃത്ത് ഇവിടെ ശ്രദ്ധിക്കും, അങ്ങനെ ഒരു പരാമർശം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അങ്ങനെ ഒരു പരാമർശം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെങ്ങനെ എന്തിനു വിശ്വസിക്കണം? ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഉത്തരം പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനാണെങ്കിൽ ഹുസൈൻ ഹൈക്കലിന്റെ പുസ്തകമായാലും ഏത് പുസ്തകമായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു ക്രിസ്തു ലോകത്ത് ജീവിച്ചു പോയ മഹാനായ ഒരു പ്രവാചകൻ, പടച്ചോന്റെ ദാസനും ദൂതനുമായ ഒരു പ്രവാചകൻ.
ഈ യേശു ക്രിസ്തുവിനെ പറ്റി മലയാളത്തിൽ യുക്തിവാദികൾ ഇറക്കിയ ഒരു പുസ്തകത്തിന്റെ പേര്, ജോസഫ് ഇടമറക എഴുതിയ പുസ്തകത്തിന്റെ പേര് ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല. ആധികാരികമായ ചരിത്ര സ്രോതസ്സുകളിൽ നിന്ന് യേശു ക്രിസ്തുവിന്റെ ജീവിതം അങ്ങനെ ഒരു വ്യക്തി ഭൂമുഖത്ത് കടന്നുപോയി എന്ന് സ്ഥാപിക്കാനേ കഴിയില്ല എന്ന് സമർത്ഥിക്കുന്ന പുസ്തകം. ഒരുപാട് ചരിത്രകാരന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ചരിത്രകാരന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ട ചരിത്രകാരന്മാർ ഉണ്ട് എന്നതുപോലെ തന്നെ യേശു ക്രിസ്തു ജീവിച്ചിരുന്നു എന്ന് അംഗീകരിക്കുന്ന ചരിത്രകാരന്മാരെല്ലാവരും ഐക്യകണ്ഠ്യേന പറഞ്ഞൊരു കാര്യം, ക്രിസ്തുവിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ ജീവിതാനുഭവങ്ങൾ കൃത്യമായി വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തപ്പെട്ട ഒന്നും കുറ്റമറ്റ രീതിയിൽ നമ്മുടെ മുമ്പിൽ ഉപലബ്ധമേ അല്ല. ഇതേപോലെ കൃഷ്ണനെ കുറിച്ചായാലും ഇതിഹാസ കഥാപാത്രങ്ങളെ കുറിച്ചായാലും അതൊന്നും വേണ്ട, നമ്മൾ ആധുനിക ആളുകളെ പരിശോധിക്കുക. അപ്പൊ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിരുന്നു, ചരിത്രത്തിന്റെ വെള്ളി വെളിച്ചത്തിൽ ജീവിച്ച വ്യക്തിയാണ്, ഭയങ്കര മീഡിയ അറ്റൻഷൻ കിട്ടിയ ആളാണ്, എല്ലാ ആളാണ്. പക്ഷെ ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ മുഴുവൻ രംഗങ്ങളും വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തപ്പെട്ടു എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. ഗാന്ധിയുടെ ജീവിതാനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ദൈനംദിന ജീവിതത്തിലെ വ്യവഹാരങ്ങൾ, ഇത് സമഗ്രമായി എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. പക്ഷെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തിന്റെ എ ടു സെഡ് വളരെ വസ്തുനിഷ്ഠമായി സമഗ്രമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ലോകത്തിന് മുമ്പിൽ. അയാൾ കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഹദീസിനെ കുറിച്ചും ഉസൂലുൽ ഹദീസിനെ കുറിച്ചും അതിന്റെ മെത്തഡോളജിയെ കുറിച്ചും അതിന്റെ പെർഫെക്ഷനെ കുറിച്ചും എല്ലാം ഞാൻ സംസാരിച്ചിരുന്നു. ഇവിടെ എന്താന്ന് വെച്ചാൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിനൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകത എന്താ വെച്ചാൽ പ്രവാചകൻ ചെയ്ത ഒരു കാര്യം ചെയ്തില്ല എന്ന് വാദിക്കാൻ ഒരാൾക്കും കഴിയൂല. കാരണം അത് റെക്കോർഡാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്ത് എന്നുള്ളത് റെക്കോർഡാണ്. അത് നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ല. ഇതേപോലെ പ്രവാചകൻ ചെയ്യാത്തൊരു കാര്യം പ്രവാചകൻ ചെയ്തു എന്ന് അങ്ങോട്ട് ആരോപിക്കാൻ ആർക്കും കഴിയില്ല. കാരണം അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആരോപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ അത് പറഞ്ഞു, ഇത് പറഞ്ഞു, പ്രവാചകൻ അത് ചെയ്തു, ഇത് ചെയ്തു എന്നെല്ലാമുള്ള വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ശ്രമങ്ങൾ ഉസൂലുൽ ഹദീസിന്റെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വളരെ സമർത്ഥമായി മുസ്ലിം പണ്ഡിതന്മാർ പിടികൂടുകയും തൊട്ട് കാണിക്കുകയും ചെയ്തു. ഇത് ആരോപിക്കപ്പെട്ടത്, ഇത് ആരോപിക്കപ്പെട്ടത്, ഇത് ആരോപിക്കപ്പെട്ടത്, ഇത് ശരിക്കുള്ളത്. അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ ആവിഷ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ ഇതൊരു അത്ഭുതമാണ്. എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിത മാതൃക ഈ രീതിയിൽ പ്രിസർവ് ചെയ്യപ്പെട്ടു? ഇത്ര കാലത്തെ ചരിത്രത്തിന്റെ ഇടയ്ക്ക് ഒരു മനുഷ്യന്റെയും ജീവിത മാതൃക പ്രിസർവ് ചെയ്യപ്പെടാത്ത വിധത്തിൽ എന്തുകൊണ്ട് പ്രിസർവ് ചെയ്യപ്പെട്ടു? ഇപ്പൊ റസൂലുള്ളാഹിനെ എങ്ങനെ വിമർശിക്കുന്നുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വിമർശിക്കാൻ കഴിയുന്നത്? വിമർശനത്തിൽ ശരിയും തെറ്റും പോട്ടെ, വേറെ ആരുടെയും വിവരങ്ങൾ ലഭ്യമേ അല്ല. ഈ പറയപ്പെട്ട ആളുകളുടെ പലരും ആചാര്യന്മാരായി കൊണ്ടു നടക്കുന്നവരുടെ പല രീതിയിലുള്ള പണ്ഡിതന്മാരുടെ അവരുടെയൊന്നും ജീവിതാനുഭവങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടേ ഇല്ല. ആ രേഖപ്പെടുത്തപ്പെട്ടിട്ടേ ഇല്ലാത്തത് കൊണ്ട് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തി അവരെ കല്ലെറിഞ്ഞ് കുറെ കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. കാരണം അവരെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞാലല്ലേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലുടനീളം നിച്ച് ഓഫ് ട്രൂത്ത് പരിപാടികൾ നടത്തുന്നു, തുറന്ന സംവാദങ്ങൾ. ഈ തുറന്ന സംവാദങ്ങളിൽ ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശുദ്ധം, അതിവിശുദ്ധം, ഒരു കളങ്ക പോലും ആരോപിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷയം അവതരിപ്പിക്കുന്നു. എന്നിട്ട് സദസ്സിന് ചോദ്യങ്ങൾ ചോദിക്കാൻ പറയുന്നു. ഇത് പറയുന്നത് ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്തൊരു വ്യക്തിയെ കുറിച്ചാവുമ്പോൾ വളരെ എളുപ്പമുള്ള പണിയാണ്, വളരെ എളുപ്പമുള്ള പണി. അയാളെ കുറിച്ച് ഒന്നും അറിയില്ല, അതുകൊണ്ട് ആർക്കും ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതം വസ്തുനിഷ്ഠമായി എ ടു സെഡ് രേഖപ്പെടുത്തപ്പെട്ട സാധനം ലോകത്തിന് മുന്നിൽ അവൈലബിൾ ആണ്. ലോകത്തിന് മുന്നിൽ, അറബിയിലല്ല, ഈ കണ്ട ചരിത്ര ഗ്രന്ഥങ്ങളും ഹദീസ് ഗ്രന്ഥങ്ങളും എല്ലാം ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്, വിമർശകർക്ക് മുന്നിൽ അവൈലബിൾ ആണ്. അത്രയും വലിയൊരു സാധനം അവർക്ക് മുന്നിൽ തുറന്നു വെച്ചുകൊണ്ട് പ്രവാചകന്റെ ജീവിതത്തിന് ഇതാ ഞങ്ങൾ അതിനു നേരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ ആ ജീവിതത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധം കൊണ്ടാണ്. ഞാൻ സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 20 കല്യാണം കഴിച്ചു എന്ന് സുഹൃത്ത് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല, അല്ലെങ്കിൽ ഹൈക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് തെളിവ് വേണം. അതാ ഞാൻ പറഞ്ഞത്, നബി എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നുള്ള ചരിത്രത്തിൽ റെക്കോർഡാണ്. അങ്ങോട്ട് പോകണം. പ്രവാചകന്റെ സഹാബിമാർ പറഞ്ഞതുണ്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യമാർ പറഞ്ഞതുണ്ടോ? വേറെ ആരെങ്കിലും പറഞ്ഞതുണ്ടോ? അത് കുറ്റമറ്റ രീതിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? എവിടെയാണ് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത്? എവിടെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്? ആരിലൂടെയാണ് ആ വിവരം കൈമാറി വന്നിട്ടുള്ളത്? അത് പറയാത്തടത്തോളം കാലം അത്തരം ഒരു ആരോപണത്തോട് സംവദിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഭാര്യമാർക്കിടയിൽ അനീതി കാണിച്ചു. കാരണം ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചു. അത് എന്താണ് ഒരു അനീതി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണശേഷം വിവാഹം കഴിച്ചത് സൗദ റളിയല്ലാഹു അൻഹയാണ് എന്നാണ് പ്രബലമായ പണ്ഡിതാഭിപ്രായം. ഈ സൗദ റളിയല്ലാഹു അൻഹ ആരാന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ആരംഭഘട്ടത്തിൽ അബിസീനിയയിലേക്ക് ഹിജ്റ പോയതാണ് സൗദ റളിയല്ലാഹു അൻഹയും അവരുടെ ഭർത്താവ് സക്രാൻ റളിയല്ലാഹു അൻഹു. ഈ സക്രാൻ റളിയല്ലാഹു അൻഹു അബിസീനിയയിൽ വെച്ച് മരിച്ചു. വിശ്വാസ സംരക്ഷണാർത്ഥം പലായനത്തിന് പോയതാണ് ഒരു ക്രിസ്ത്യൻ നാട്ടിൽ. ഇവിടെ വെച്ച് സക്രാൻ റളിയല്ലാഹു അൻഹു മരിച്ചു. മരിച്ച സമയത്ത് സൗദ അനാഥയായി. ഒരു വിദേശ നാട്ടിൽ ആദർശം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ഒരു സ്ത്രീ, അതും ആ സ്ത്രീ അവിടെ അനാഥയായി. അവരുടെ വയസ്സ് എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ സൗദ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശം സ്വീകരിച്ച് ഹിജ്റ പോയതാണ് സ്വന്തം ഭർത്താവിന്റെ കൂടെ. അവിടെ വെച്ച് ഭർത്താവ് മരിച്ചു. ഇവർ അനാഥയായി. സ്വീകരിക്കണ്ടേ? ആര് സ്വീകരിക്കും? ഇവിടെ ആരാണ് ഇതിന്റെ കാരണക്കാരൻ? ആരാണ് ഇവിടെ ഹിജ്റക്ക് നിമിത്തമായത്? ആരാണ് സൗദ റളിയല്ലാഹു അൻഹയുടെ പ്രയാസങ്ങൾക്ക് നിമിത്തമായത്? റസൂലുള്ളാഹ്. സൗദ ഒരു തെറ്റും ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ആദർശ പ്രബോധനം സ്വീകരിച്ചു. ആ സ്വീകരിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ട് അപ്പുറത്തൊരു നാട്ടിലെത്തി. ഭർത്താവ് മരിച്ചു, അനാഥയായി. ഏറ്റെടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്തമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷം നബി കെട്ടിയത് 66 വയസ്സുള്ള സൗദ റളിയല്ലാഹു അൻഹയെ. ഇവര് നമ്മുടെ ആളുകളുടെ പ്രസംഗം കേട്ടാൽ റസൂലുള്ളാഹിന്റെ അത്ര വലിയ ഒരു എന്താണ് പദം എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആ രീതിയിൽ ആസക്തിയുള്ള ഒരു മനുഷ്യനിലാണ്. നിങ്ങൾക്കറിയോ, റസൂലുള്ള ജീവിച്ചത് 25 വയസ്സ് വരെ, പ്രവാചകനാകുന്നത് വരെയും അതിനുശേഷം പ്രവാചകനായി 40 വയസ്സാകുന്നത് വരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് മക്കയിലാണ്. മക്കയുടെ അന്നത്തെ സാമൂഹ്യ സാഹചര്യം അറിയുമോ? വ്യഭിചാരം ഒരു തിന്മയായി പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത സാമൂഹ്യ സാഹചര്യം, ഒരു തിന്മയായി പോലും പരിഗണിക്കപ്പെട്ടിട്ടില്ലാത്ത സാഹചര്യം. ആർക്കും ആരെയും വ്യഭിചരിക്കാം. ഉക്കാല ചന്തയിൽ സ്ത്രീകളെ ഇന്നത്തെ മുതലാളിത്തം നിർത്തുന്നത് പോലെ അന്നത്തെ ജാഹിലിയത്ത് ഉക്കാല ചന്തയിലെ സ്ത്രീകളെ മാറ് പ്രദർശിപ്പിച്ച് അർദ്ധനഗ്നരായി ഉക്കാല ചന്തയിൽ നിർത്തും. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള പെണ്ണിനെ കൊണ്ടുപോകും. സ്ത്രീകൾ സ്വന്തമായി ആണുങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തും. എന്നിട്ട് അവസാനത്തെ ഏത് വാപ്പാന്റെ കുട്ടിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കാലളക്കാണ് ചെയ്യുക. ഓരോ ബന്ധപ്പെട്ട പുരുഷന്മാരുടെ മുഴുവൻ കാല് നോക്കിയിട്ട് കുഞ്ഞിന്റെ കാലിന് ആരുമായിട്ടാണ് സാമ്യം നോക്കിയിട്ട് പിതാവിനെ തീരുമാനിക്കുന്നത്. ഇതിൽ അധാർമികമായി എന്തെങ്കിലും ഉള്ളതായി അവരാരും വിചാരിച്ചിട്ടേയില്ല. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആരായിരുന്നു മക്കക്കാർക്ക്? അല്ലമീൻ, സത്യസന്ധൻ, വിശ്വസ്തൻ. ഈ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ പ്രവാചകനെയാണ് ഏൽപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തർക്കങ്ങളിൽ മധ്യസ്ഥനാക്കുക. അവർക്കിടയിൽ അംഗീകരിക്കപ്പെട്ട സുമുഖനായ സുന്ദരനായ ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട എല്ലാ അംഗീകാരങ്ങളും ഉള്ള ഒരു ചെറുപ്പക്കാരൻ. പ്രവാചകന് വേണമെങ്കിൽ എത്ര സ്ത്രീകളുടെ അടുത്ത് പോകാമായിരുന്നു, എത്ര സ്ത്രീകൾ പ്രവാചകന്റെ അടുത്ത് വരുമായിരുന്നു, എത്ര ആളുകളുമായി ബന്ധപ്പെടാമായിരുന്നു, ഈ രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാമായിരുന്നു. ഏറ്റവും കടുത്ത വിമർശകർക്കെങ്കിലും പറയാൻ കഴിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25ാമത്തെ വയസ്സിൽ അദ്ദേഹം വിവാഹിതനാകുന്നത് വരെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ബന്ധം ആർക്കെങ്കിലും പറയാൻ പറ്റും? ആർക്കും കഴിയൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടേ ഇല്ല. ഇവർ പറയുന്നത് പോലെയാണ് കാര്യമെങ്കിൽ ഇത്രയും അരാജകമായ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഈ തോന്നിവാസങ്ങളായി പോലും പരിഗണിക്കപ്പെടാത്തൊരു സമയത്ത് തനിക്ക് എല്ലാ അംഗീകാരങ്ങളും ഉണ്ടായിരുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ചെയ്തില്ല? എന്നിട്ട് 25ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. 40 വയസ്സ് കഴിഞ്ഞ ഖദീജ റളിയല്ലാഹു അൻഹ, 6 മക്കളുടെ ഉമ്മ, വിധവ അല്ലേ? ആ ഖദീജ റളിയല്ലാഹു അൻഹ മരിക്കുന്നത് വരെ വേറെ കല്യാണമില്ല. ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ചപ്പോൾ കല്യാണം കഴിച്ചത് 60 വയസ്സ് കഴിഞ്ഞ സൗദ റളിയല്ലാഹു അൻഹ. ഇവരാരെയാണ് ഈ പറയുന്ന വിമർശകർ യഥാർത്ഥത്തിൽ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് ഇപ്പറയുന്ന വസ്തുതകളോട് സംവദിക്കാൻ നാം സന്നദ്ധമാകാത്തത് എന്തുകൊണ്ടാണ്? അതിന്റെ ശേഷം ആയിഷ റളിയല്ലാഹു അൻഹ കല്യാണം കഴിച്ചു. വല്ല പ്രശ്നം തന്നെയാണ്. 9 വയസ്സായിട്ടുള്ളൂ. മഹാത്മാഗാന്ധി എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചു? നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി എത്രാമത്തെ വയസ്സിൽ എത്ര വയസ്സായ പെൺകുട്ടിയെയാണ് കല്യാണം കഴിച്ചത്? യേശുക്രിസ്തുവിന്റെ പിതാവ് എന്ന് ബൈബിൾ പറയുന്ന, പിതാവ് എന്നല്ല, കന്യാമറിയത്തിന്റെ ഭർത്താവായി എന്ന് ബൈബിൾ പറയുന്ന ജോസഫ്, ആ ജോസഫ് എത്രാമത്തെ വയസ്സിലാണ് കന്യാമറിയത്തെ കല്യാണം കഴിക്കുന്നത്? ദി കാത്തലിക് എൻസൈക്ലോപീഡിയ എടുത്ത് മറച്ചു വെക്കണം നമ്മൾ. യേശുക്രിസ്തുവിന്റെ പിതാവായി അറിയപ്പെട്ട ജോസഫിന് 90 വയസ്സ് കഴിഞ്ഞ സമയത്ത് കേവലം 12 or 13 വയസ്സുള്ള മറിയത്തെ കല്യാണം കഴിച്ചു. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയുമോ? ഗാന്ധി കുറ്റക്കാരനാണെന്ന് പറയാൻ കഴിയുമോ?
EMS നമ്പൂതിരിപ്പാട് കുറ്റക്കാരനാന്ന് പറയാൻ കഴിയുമോ? കേരളത്തിലെ ഏറ്റവും വലിയ പുരോഗമനവാദിയും ഏറ്റവും വലിയ മാർക്സിസ്റ്റും യുക്തിവാദി പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനും അല്ലാണല്ലോ EMS നമ്പൂതിരിപ്പാട്. ഒന്ന് അന്വേഷിച്ചു നോക്ക്, വെറുതെ ഒന്ന് അന്വേഷിച്ചു നോക്ക്, EMS നമ്പൂതിരിപ്പാട് എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. ഞാൻ പറയുന്നത് ഈ ആളുകളെല്ലാം ചെയ്തത് തെറ്റാണോ? എന്റെ വീക്ഷണം തെറ്റല്ല എന്ന്. എന്തുകൊണ്ട് തെറ്റല്ല? നമ്മൾ എന്തുകൊണ്ടാണ് ഇത്രാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, 18 വയസ്സായിട്ടേ പെൺകുട്ടികളെ കെട്ടിക്കാൻ പാടുള്ളൂ. ആ നിയമം ഉണ്ടായത് എന്താണ്? ആ നിയമം ഉണ്ടായത് ആധുനികമായ കാലഘട്ടത്തിൽ വളരെ അടുത്താണ്. ആ നിയമം ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ മറ്റേനെ തെറ്റായിട്ട് പരിഗണിക്കുന്നത്. കുറച്ചു മുമ്പ് ഇന്ത്യയിൽ നിലനിന്ന നിയമം വേറെ ആയിരിക്കും. കുറച്ചിപ്പോ ഗാന്ധിയുടെയും ഇവരൊന്നും കാലഘട്ടത്തിൽ ഇന്ത്യയിൽ അത്തരം ഒരു നിയമമില്ല. എന്തുകൊണ്ട് നിയമമില്ല? അതിനെ ഒരു തെറ്റായി സമൂഹം പരിഗണിച്ചിട്ടില്ല. ഏത് കാലത്തും ഇപ്പൊ നമ്മൾ 18 വയസ്സായ കുട്ടിനെ കല്യാണം കഴിച്ചു. കുറെ കഴിഞ്ഞ് സമൂഹം കുറച്ചുകൂടി ഇവരുടെ ഒരു വീക്ഷണത്തിൽ ഇങ്ങനെ പുരോഗമിച്ചു പോയി. സമൂഹം തീരുമാനിച്ചു പെൺകുട്ടികൾ കല്യാണം കഴിക്കപ്പെടണമെങ്കിൽ മിനിമം 21 വയസ്സാകണം. അതൊരു തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചു, കോടതി അംഗീകരിച്ചു, നിയമമായി. ആ കാലത്ത് ഒരാൾ നിന്നിട്ട് ഇതാ അന്ന് ഇയാൾ 18ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിനെ കല്യാണം കഴിച്ചു, അത് ഭയങ്കര പ്രശ്നമായി എന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? കാരണം അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ ഈ 21 വയസ്സ് അവരുടെ ഒരു ക്രൈറ്റീരിയയാണ്. ആ സൊസൈറ്റി വിചാരിച്ചതാണ് 21 വയസ്സിലാണ് പെൺകുട്ടിനെ കല്യാണം കഴിക്കേണ്ടത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ ഈ 9ാമത്തെ വയസ്സിലും 10ാമത്തെ വയസ്സിലും 8ാമത്തെ വയസ്സിലും എല്ലാം പെൺകുട്ടികൾ കല്യാണം കഴിക്കപ്പെടുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു. ഇതെന്താണ് കാണിക്കുന്നത്? പ്രവാചകൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വേറെ വിവാഹാലോചനകൾ വന്നിരുന്നു. എന്തുകൊണ്ട് വന്നു? 9 വയസ്സ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 6 വയസ്സ് എന്ന് പറഞ്ഞാൽ, 7 വയസ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ പ്രായത്തിൽ ആയിഷയെ കെട്ടിക്കാൻ പറ്റുമെന്ന് സമൂഹത്തിന് തോന്നിയിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബത്തിന് തോന്നിയിരുന്നു, ബാക്കിയുള്ളവർക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് വിവാഹം അന്വേഷിച്ചു വന്നു. കാരണം അന്നത്തെ അറേബ്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ എത്രാമത്തെ വയസ്സിൽ ഒരു പെൺകുട്ടി കെട്ടിച്ചയക്കപ്പെടുക എന്നത് അസാധാരണമായൊരു സംഭവമേ അല്ല. അല്ലെങ്കിലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പ്രായം നിർണ്ണയിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ പ്രായപൂർത്തി, മാനസികവും ശാരീരികവുമായ പക്വത, അതെല്ലാ നാട്ടിലും ഒരുപോലെയാണോ? എല്ലാ കാലത്തും ഒരുപോലെയാണോ? എല്ലാ ഭക്ഷണക്രമങ്ങളിലും ഒരുപോലെയാണോ? എല്ലാ സാമൂഹ്യ സാഹചര്യത്തിലും ഒരുപോലെയാണോ? ആർക്കെങ്കിലും ഇതിന് ഒരു ഏകീകൃത മാനദണ്ഡം ഉണ്ടാക്കാൻ കഴിയുമോ? ആർക്ക് കഴിയും? വെറുതെ വിക്കിപീഡിയയിലൊന്ന് അടിച്ചു നോക്കുക. ലിന മെഡിന എന്ന പെറു സ്വദേശിനിയാണ് ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ. എത്ര പ്രായം എന്നറിയോ? 5 വയസ്സും 9 മാസവും. 5 വയസ്സും 9 മാസമുള്ള ലിന മെഡിന എന്ന പെണ്ണാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അമ്മ. ഇതെന്താണ് കാണിക്കുന്നത്? ആ പ്രായത്തിൽ പോലും ലൈംഗിക ബന്ധത്തിന് കഴിയുന്നവരുണ്ട്. അതിനർത്ഥം എല്ലാവർക്കും കഴിയുന്നല്ല, കഴിയുന്നവരുണ്ട്. ആ ഒരു നാട്ടിൽ തന്നെ, ഒരു കുടുംബത്തിൽ തന്നെ സ്ത്രീകളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയും പക്വതയും പ്രാപിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. 2 വ്യത്യസ്ത ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിലുള്ളവരെ കാര്യം പറയും വേണ്ട, വളരെ കൃത്യമായ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോ തന്നെ നിങ്ങൾ ഗൾഫിലെല്ലാം പോയ ആൾക്കാരോട് ചോദിച്ചു നോക്കുക, ഒന്ന് സൗദി അറേബ്യയിലോ ഖത്തറിലെല്ലാം പോയ ആൾക്കാരോട്, അവിടുത്തെ പെൺകുട്ടികളുടെ വളർച്ച നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ വളർച്ചയെ പോലെയാണോ? ചെറിയ പ്രായത്തിൽ തന്നെ അവർ പർദ്ദടാൻ തുടങ്ങും. എന്താ കാരണം? ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ശരീരം വളരുന്നു. അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ കാലാവസ്ഥ, ഈ കാര്യങ്ങൾക്കെല്ലാം അതിൽ വലിയ റോളുണ്ട്. കാരണം അവിടെ വേറൊരു പ്രായത്തിലാണ് പക്വത പ്രാപിക്കുന്നത്. നമ്മുടെ നാട്ടിലൊരു 15 വയസ്സ് എന്നുള്ളത് അവിടെ ഒരു 12ാമത്തെ 13ാമത്തെ വയസ്സിലാകുന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതെല്ലാം ഓരോ നാട്ടിലും, ഓരോ സാഹചര്യത്തിലും, ഓരോ കാലത്തും, ഓരോ ഭക്ഷണക്രമത്തിന്റെ അടിസ്ഥാനത്തിലും വ്യത്യസ്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷയ്ക്ക് വിവാഹാലോചനകൾ വന്നിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ അവിടെ വിവാഹം എന്നത് വളരെ സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ടാണല്ലോ ഇവർക്ക് ആർക്കും ഒരു പരാതിയില്ലാന്ന്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ അന്നത്തെ മക്കയിലെ ബഹുദൈവാരാധകർ ഉന്നയിച്ചിട്ടുണ്ട്. എന്തൊക്കെ ആരോപണങ്ങൾ! മാരണക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം ജാലവിദ്യക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ലേ? അദ്ദേഹം കവിയാണെന്ന് പറഞ്ഞിട്ടില്ലേ? ഭ്രാന്തനാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആരെങ്കിലും ഇതൊരു ആരോപണമായി പറഞ്ഞിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചു എന്നതൊരു ആരോപണമായി ആരും പറഞ്ഞിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് പറഞ്ഞിട്ടുണ്ടോ? അവരുടെ കുടുംബക്കാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആയിഷ വധുവിന് പ്രശ്നമല്ല, വരന് പ്രശ്നമല്ല, സമൂഹത്തിൽ ആർക്കും പ്രശ്നമല്ല, അവർക്ക് യാതൊരു അധാർമികതയിൽ തോന്നിയിട്ടില്ല. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം, നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിന്റെ ഒരു ഇംപ്രിന്റ് നമ്മുടെ തലച്ചോറിൽ എപ്പോഴും ഉണ്ടാകും. അത് കൊടയാതെ നമ്മൾ ആ കാലത്തേക്ക് നമ്മുടെ ദൃഷ്ടികൾ പായിച്ചിട്ട് അത് വിലയിരുത്തുന്നതിൽ എന്തർത്ഥം? ആയിഷ റളിയല്ലാഹുവിന്റെ മാത്രമല്ല, റസൂലുള്ളാഹി ഇത്ര കല്യാണം കഴിച്ചു എന്നുള്ള അന്ന് ആരെങ്കിലും ഒരു ആരോപണമായിട്ട് പറഞ്ഞു? 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിലുള്ള വിമർശകരുടെ കാര്യം പോകട്ടെ, പ്രവാചകന്റെ സമകാലീനരോ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത തലമുറകളിൽ ജീവിച്ചവരോ ആയ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കെതിരെ ഒരു ആരോപണം എന്ന നിലക്ക് ഒന്നിലധികം കല്യാണങ്ങൾ കഴിച്ച കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടോ?
ആരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? അന്നത്തെ സമൂഹത്തിൽ അത് സർവ്വസാധാരണമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കുറെ ഭാര്യമാരെ സ്വീകരിച്ചു എന്നുള്ളത് ആ സമൂഹത്തിൽ ഒരു ഇഷ്യൂ ആയിട്ട് പോലുമില്ല. ആരും മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. കാരണം അത് എല്ലാവർക്കും ഉള്ള സംഭവമാണ്. ആ സമൂഹത്തിന്റെ ഒരു സ്വാഭാവികതയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കാലത്തിന്റെ ഇംപ്രിൻസ് തലച്ചോറിൽ വെച്ച് നമ്മൾ അങ്ങോട്ട് നോക്കാൻ ശ്രമിക്കരുത്. നമ്മൾ ആ കാലത്തിന്റെ സാഹചര്യങ്ങളെയും സാധ്യതകളെയും കൃത്യമായി പരിഗണിക്കാൻ നമ്മൾ പഠിക്കണം. പിന്നെ സൗദാർ റളിയല്ലാഹു അൻഹയുടെ വിഷയം ഭാര്യാ പദവി ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് വിട്ടുകൊടുത്തതല്ല. സൗദാർ റളിയല്ലാഹു അൻഹയുടെ വിഷയം എന്താ വെച്ചാൽ, സൗദാർ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരുപാട് പ്രായമായിരുന്നു. ഓരോ പ്രായത്തിലും പെണ്ണിന് കിട്ടേണ്ട പരിഗണനകൾ വ്യത്യസ്തമാണ്, തീർച്ചയായും വ്യത്യസ്തമാണ്. ഈ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ ഒരു യുവതിയായ സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന, അവളുടെ ശാരീരികമായ ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളല്ല ആ പ്രായത്തിലുള്ളൊരു സ്ത്രീക്ക് കിട്ടേണ്ട പരിഗണന. ആ പ്രായത്തിൽ നമ്മൾക്കറിയാം സ്ത്രീകളുടെ മെനോപോസ് എന്ന് പറയുന്ന സംഭവം. ആ മെനോപോസിനെ തുടർന്നുണ്ടാകുന്ന മാനസികമായ വ്യത്യാസങ്ങൾ, അവരുടെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, മെനോപോസിന് ശേഷം ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്ത്, അതിന് മുമ്പ് എന്താണ് ആഗ്രഹിക്കുന്നത്, അതിലെല്ലാം വ്യത്യാസമുണ്ട്. സൗദാർ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിന്റെ സമയത്ത് അവരൊരിക്കലും പ്രവാചകനിൽ നിന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു യുവതി ആഗ്രഹിക്കുന്ന ശാരീരികമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് വേണ്ടത് പ്രവാചകന്റെ പരിലാളനയാണ്, പ്രവാചകന്റെ സുരക്ഷയാണ്, പ്രവാചകന്റെ തലോടലാണ്. അത് മാത്രമാണ് സൗദാർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ആ തലോടലുകളും ഇതും കാര്യങ്ങളും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നാൽ മതി, എനിക്കൊരു ഊഴം ആവശ്യമില്ല. കാരണം അത് ആയിഷ റളിയല്ലാഹു അൻഹ, ചെറുപ്പക്കാരിയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. അത് പറഞ്ഞാൽ എന്താ തെറ്റ്? അത് പറഞ്ഞാൽ എന്താ എത്ര വലിയ തെറ്റ്? ഇത് റസൂൽ എന്ന് പറഞ്ഞാൽ അതുകൂടി മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സൗദാർ റളിയല്ലാഹു അൻഹയോട് പോയി പറഞ്ഞൊരു കാര്യമല്ലത്. സൗദാർ റളിയല്ലാഹു അൻഹയുടെ ആവശ്യങ്ങൾ വെച്ചിട്ട്, അവരുടെ പ്രായത്തിൽ വന്ന വ്യത്യാസം അനുസരിച്ചിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് സൗദാർ റളിയല്ലാഹു അൻഹ എടുത്തൊരു തീരുമാനം. ആ തീരുമാനം എന്ന് മാത്രമേ അതിലുള്ളൂ. അതിൽ പ്രവാചകൻ എന്താണ് റോള് എന്ന് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. പിന്നെ അടുത്ത പ്രശ്നം, ഭൗതികവാദികളുടെ മേൽ ലൈംഗികത ഒരു അരാജക ഇത് എന്നുള്ള അർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കുന്നു. ഇസ്ലാമിൽ മുത്തുവാ വിവാഹത്തിന് അനുവാദമുണ്ട്. ഇന്നും ഷിയാ വിഭാഗക്കാർക്ക് അനുവാദമുണ്ട്. ഷിയാ വിഭാഗക്കാർക്ക് മുത്തുവാ വിവാഹത്തിനൊന്നല്ല, കഞ്ചാവ് അടിക്കാനും വ്യഭിചരിക്കാനും എല്ലാം അനുവാദമുണ്ട്. അതെന്താന്ന് വെച്ചാൽ വേറൊരു സാധനമാണ്. അത് ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ, ഖുർആനും ഹദീസിനെ അട്ടിമറിച്ചിട്ട് വേറൊരു സാധനം ഉണ്ടാക്കി പോയതാണ്. അവരുടെ സ്വന്തമായ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി പോയതാണ്. അവരുടെ നിയമങ്ങൾ നമുക്ക് മേലെ ആരോപിക്കുന്നതിൽ യാതൊരു അർത്ഥമല്ല. പിന്നെ എന്താന്ന് വെച്ചാൽ മുത്തുവാ വിവാഹം, ആ മുത്തുവാ വിവാഹം നിലനിന്നിരുന്നു. അങ്ങനെ പലതും നിലനിന്നിരുന്നു. മദ്യപിച്ച എത്രയോ സഹാബിമാരെ ഉദാഹരിക്കാൻ പറ്റും, എത്രയോ സഹാബിമാരെ. എന്താ കാരണം? ഇസ്ലാം പടിപടിയായിട്ടാണ് പൂർത്തിയായത്. പടിപടിയായി അതിന്റെ നിയമങ്ങൾ ഓരോന്നായിട്ടാണ് വന്നത്. ആ നിയമങ്ങൾ ഓരോന്നായിട്ട് വന്നപ്പോൾ ഒരു സമൂഹത്തെ പടിപടിയായി സംസ്കരിച്ചപ്പോൾ തിന്മകൾ ഓരോന്നായി നിരോധിച്ചതാണ്. ആ നിരോധിച്ചപ്പോൾ മദ്യപാനം ആദ്യഘട്ടത്തിൽ നിരോധിച്ചിട്ടില്ല. ഇപ്പൊ മക്ക വാസകാലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകദൈവാരാധന മാത്രമാണ്. ഏകദൈവാരാധനയും പരലോകവും. അതല്ലാതെ കൃത്യമായ എന്തെങ്കിലും വിധിവിലക്കുകളോ ആരാധനാ കർമ്മങ്ങളോ ഒന്നും നിർദ്ദേശിക്കുന്നില്ല. പക്ഷെ ആ സമൂഹം സംസ്കരിക്കപ്പെട്ട് പാകപ്പെട്ടപ്പോൾ പുതിയ വിധികൾ വന്നു, പുതിയ നിർദ്ദേശങ്ങൾ വന്നു, പുതിയ നിയന്ത്രണങ്ങൾ വന്നു. അങ്ങനെ നിയന്ത്രണങ്ങൾ വന്ന കൂട്ടത്തിൽ ഇസ്ലാം പിൽക്കാലത്ത് എടുത്തു കളഞ്ഞൊരു സമ്പ്രദായം, അത് ഇസ്ലാം കൊണ്ടുവന്നൊരു സമ്പ്രദായമല്ല, ഇസ്ലാം കൊണ്ടുവന്നൊരു സമ്പ്രദായമല്ല, മക്കയിൽ നിലനിന്നിരുന്നൊരു സംഭവം. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, അന്നത്തെ മക്കയിൽ അറബികൾ ധാരാളമായി യാത്ര ചെയ്യുന്നവരാണ്, വലിയ കച്ചവടക്കാരാണ്. അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർ സ്വന്തം നാട്ടിലുണ്ടാകൂല, വേറൊരു നാട്ടിൽ അവർ കുറെ കാലം താമസിക്കും. ആ താമസിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ ലൈംഗിക വർത്തനങ്ങൾക്ക് കൂടെ ഒരു ഇണയില്ല. എന്നാൽ അവിടെ കല്യാണം കഴിച്ചാലോ ആ സ്ത്രീയെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാനും പറ്റൂല, ആ സ്ത്രീയെ കൂടെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാവില്ല. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ അറബികൾ ചെയ്തിരുന്നത് ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ത്രീകളുമായി ഒരു താൽക്കാലിക വിവാഹത്തിൽ ഏർപ്പെടുകയാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, അള്ളാഹു പഠിപ്പിച്ചതല്ല, റസൂൽ പഠിപ്പിച്ചതല്ല. മക്കയിൽ അറബികൾക്ക് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം. ഈ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം ഇസ്ലാം പിൽക്കാലത്ത് നിരോധിച്ചു. ആ നിരോധിച്ചതോടുകൂടി അത് തിന്മയാണെന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി, അതിൽ നിന്ന് പിന്മാറി. പക്ഷെ നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് പോലും നമ്മൾ മനസ്സിലാക്കണം, നിരോധിക്കപ്പെടുന്നതിന് മുമ്പ് പോലും ഇസ്ലാം മുത്തുഹാ വിവാഹം കഴിക്കുന്നവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വെച്ചൊരു നിബന്ധനയുണ്ട്, കുട്ടികളെ സംരക്ഷിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാം കൊണ്ടുവന്നതല്ല, ഇസ്ലാം ഉണ്ടാക്കിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, അവിടെ നിലവിൽ നിന്നൊരു സമ്പ്രദായമാണ്. ആ സമ്പ്രദായം പിൽക്കാലത്ത് ഇസ്ലാം നിരോധിക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് ഉണ്ടായ സമയത്ത് പോലും അത് കൺസേൺ ആണ്, പെണ്ണിനും കുട്ടിക്കും വേണ്ടിയുള്ള കൺസേൺ. ഇസ്ലാം ഉണ്ടാക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, നിലവിൽ നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിലുള്ളൊരു സംവിധാനം. ആ സംവിധാനത്തിൽ സ്ത്രീകളുമായി ഈ രീതിയിൽ ബന്ധപ്പെടുമ്പോൾ പോലും പ്രവാചകൻ നിർദ്ദേശിച്ചു കുട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളത് ആദ്യത്തെ ഒരു അനിവാര്യതയാണ്. ആ കരാറിന്റെ പുറത്താണ് യഥാർത്ഥത്തിൽ ഈ വിവാഹബന്ധം നടക്കുന്നത് തന്നെ.
അപ്പോൾ ചുരുക്കത്തിൽ മുത്തുക എന്നൊരു സമ്പ്രദായം ഇസ്ലാമിൽ ഹറാമാണ്, അത് അനുവദനീയമല്ല. അത് അറേബ്യയിൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ മുൻകാലത്ത് നിലനിന്നിരുന്നത് മാത്രമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആണ് അത് നിരോധിച്ചത്. അങ്ങനെ പലവും നിരോധിച്ചൂടെ എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിരോധിച്ചു എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടത്തിലാണ് മുത്തുക വിവാഹം നിരോധിക്കപ്പെടുന്നത്. ഇത് അറിയാത്ത ആളുകൾ സ്വാഭാവികമായും സമൂഹത്തിലുണ്ടാവും. പ്രവാചകന്റെ പല വിധികളും അവർ മുത്തുക വിവാഹത്തിൽ വ്യാപൃതരാകുമ്പോൾ സ്വാഭാവികമായും ഖലീഫ എന്നുള്ള അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു നിരോധിച്ചു, കൽപ്പന പുറപ്പെടുവിച്ചു എന്നല്ലാതെ ഇസ്ലാമിലെ ഹലാലും ഹറാമും തീരുമാനിക്കുന്ന പരിപാടി ഉമർ റളിയല്ലാഹു അൻഹുവിനില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിന്റെ ചരിത്രത്തിലില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. നേരത്തെ ഡാർവിനിസത്തെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഡാർവിനിസത്തെ കുറിച്ച് വായിച്ച സമയത്ത് ഇവിടെ ഒരു സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് കിട്ടും. എന്താണെന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. വേറൊരു കാര്യം, ഇവിടെ കഴിഞ്ഞ യുക്തിവാദികളുടെ പരിപാടിയിലെ ഒരു പ്രധാനപ്പെട്ട പ്രാസംഗികൻ എന്ന് വെച്ചാൽ മലപ്പുറം ജില്ലാ യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡൻ്റായ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി പറഞ്ഞത്, കുട്ടികളെ, അതുമാത്രമല്ല സീരോയുദ്ധരുടെ നാസ്തികനായ ദൈവത്തിലും അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെല്ലാമായി മതവിശ്വാസികൾ മതസാഹചര്യത്തിൽ കുട്ടികളെ വളർത്തിയിട്ട് ആ ഒരു തെറ്റായ ധാരണ കുട്ടികളിൽ രൂഢമൂലമായതുകൊണ്ട് അവരെല്ലാം ഒരു വിഭ്രാന്തി കടിപ്പെട്ട് ആ മതജീവിതം നയിക്കുകയാണ്. എന്ന് വെച്ചാൽ രവിചന്ദ്രൻ ഉപയോഗിച്ച വാക്ക് മതവെള്ളത്തിൽ ജീവിക്കുന്ന ജലജീവികളായി മാറുന്നു കുട്ടികളെന്ന് പറഞ്ഞത്. അതിവിടെ ആവർത്തിക്കപ്പെട്ടു, വേറെ രീതിയിലാണെങ്കിൽ വേറെ വാക്കുകളിലാണെങ്കിൽ, കാരണം അത് പ്രസംഗമായതുകൊണ്ട് എനിക്ക് ഓർക്കുന്നില്ല. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ 2011 ഡിസംബർ ലക്കം യുക്തിവിചാരമാണ്. യുക്തിവിചാരത്തിൽ 2 ലേഖനങ്ങളിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. എന്നാൽ മക്കൾ പരാതി പറയുന്നവരൊക്കെ തന്നെ ഭാര്യയെയും കുട്ടികളെയും അവരുടെ വഴിക്ക് വിട്ട ശേഷം ഏകാംഗ യുക്തിവാദവുമായി നടക്കുന്നവരാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുട്ടാപ്പോക്കുകൾ, അതെന്താ വാക്കെന്ന് എനിക്കറിയില്ല, മുട്ടാപ്പോക്കുകളിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയില്ല. മുട്ടാപ്പോക്കുകൾ ഇത്തരക്കാർക്ക് കൂട്ടിനുണ്ട്. ഞാൻ വായിച്ചോളാം, ക്ലിയർ അല്ല മുസ്തഫ, ക്ലിയർ അലിക്ക് വേണ്ടി, ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ വായിക്കുകയാണ്. കാരണം ഇത് വായിച്ചിട്ട് വേണം ഉത്തരം പറയേണ്ടതുണ്ടെങ്കിൽ ഇതിലെ കാര്യങ്ങൾ വ്യക്തമാകണം. അതുകൊണ്ട് ഞാൻ വായിക്കുകയാണ്. എന്നാൽ മക്കൾ പരാതി പറയുന്നവരൊക്കെ തന്നെ ഭാര്യയെയും കുട്ടികളെയും അവരുടെ വഴിക്ക് വിട്ട ശേഷം ഏകാംഗ യുക്തിവാദവുമായി നടക്കുന്നവരാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ മുട്ടാപ്പോക്കുകൾ ഇത്തരക്കാർക്ക് കൂട്ടിനുണ്ട്. അവരുടെ ഭാര്യ, കുട്ടി എന്നിവരെ പറ്റി സംഘാംഗങ്ങൾക്ക് അറിവ് പോലും ഉണ്ടാകില്ല. യുക്തിവാദി സംഘം നടത്താറുള്ള സമ്മേളനങ്ങൾ, കുടുംബ സംഗമങ്ങൾ, കുട്ടിക്കൂട്ടായ്മകൾ, ഇതിലൊന്നും ഇവരുടെ സാന്നിധ്യമുണ്ടാകാറില്ല. അത്തരം കാര്യങ്ങൾ വീട്ടിൽ പറയാത്തവരുമായിരിക്കും പലരും. ഇവരുടെ പരാതികൾക്ക് ചെവി കൊടുക്കേണ്ടതില്ല. ഇനി അടുത്ത ഖണ്ഡിക. ഇന്നുള്ള യുക്തിവാദികളെല്ലാം ഏതെങ്കിലും ജാതി മതത്തിൽ നിന്ന് വരുന്നവരാണ്. തങ്ങളുടെ മതങ്ങൾ അന്ധവിശ്വാസങ്ങളാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ യുക്തിവാദികളായി മാറിയത്. അതുകൊണ്ട് തന്നെ സ്വന്തം മക്കളെ യുക്തിവാദികളായിട്ട് തന്നെ വളർത്തി വലുതാക്കുന്നതിൽ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. അതവരുടെ അവകാശമാണ്, അഭിമാന പ്രശ്നവുമാണ്. ഈ നിലപാടിൽ നിന്നുകൊണ്ട് സ്കൂളിലെ പ്രവേശന ഫോറത്തിൽ ജാതി മതത്തിൽ കോളത്തിൽ മതി. ഒന്ന് ആദ്യത്തെ ഖണ്ഡിക വായിച്ചത്, ഇവിടെ 2 പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. രാജഗോപാൽ വാഗത്താനം എന്ന് ഇവിടെ ഈ തിരൂർ പരിപാടിയിൽ 2 പ്രാവശ്യം പങ്കെടുക്കുമെന്ന് പറഞ്ഞ ആളാണ്. രാജഗോപാൽ വാഗത്താനാണ് എഴുതിയത്. രണ്ടാമത് ലാസർ തേർമാട് എന്ന് പറയുന്ന പോലെ ഒരു ഡോക്ടറാണ് എഴുതിയത്. അയാളൊരു പ്രശസ്തനായ എഴുത്തുകാരനാണ്, യുക്തിവാദി എഴുത്തുകാരനാണ്. അപ്പോൾ ഇവർ പറയുന്നത് യുക്തിവാദികൾ കുട്ടികളെ അതുപോലെ വളർത്തണം എന്നാണ്, യുക്തിവാദിയായിട്ട് തന്നെ വളർത്തണം. മാത്രമല്ല ശ്രീ രവിചന്ദ്രൻ്റെ ബ്ലോഗിൽ നോക്കിയാൽ മൈ സൺസ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ പോയി നമ്മൾ നോക്കുമ്പോൾ അത് സി രവീന്ദ്രൻ്റെ മകനാണ്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അവിടെ നമുക്ക് കാണാം വേറൊരു ലിങ്ക്, മൈ ഫാദേഴ്സ് ബ്ലോഗ്. ഇവരൊക്കെ യുക്തിവാദികളായി ചെറുപ്പത്തിലെ വളർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷെ മതങ്ങൾ മതവിശ്വാസികളായി കുട്ടികളെ വളർത്താൻ പാടില്ല എന്ന്, അത് വിഭ്രാന്തിക്ക് അടിപ്പെടാനുള്ള സാധ്യതയാണെന്നും പറയുന്നു. അത് ഒരു കാര്യം. വേറെ കാര്യം നേരത്തെ പറയും സോഷ്യൽ ഡാർവിനിസം എന്താണെന്ന് അറിയാനുള്ള താല്പര്യമുണ്ട്. അത് സോഷ്യൽ ഡാർവിനിസം അതെന്താണെന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല.
അപ്പം ആദ്യമായി ആ വൈരുദ്ധ്യമാണ് നിങ്ങൾ പറയുന്നത്. മതം മക്കളെ പഠിപ്പിക്കരുത്, 18 വയസ്സാകുമ്പോൾ സ്വതന്ത്രമായി തിരഞ്ഞെടുക്കാൻ അനുവദിക്കണം എന്നൊരു വശത്ത് പറയുമ്പോൾ, യുക്തിവാദികൾ മക്കളെ യുക്തിവാദികളായി തന്നെ വളർത്തണം എന്ന് അവരുടെ മാസികകളിൽ അവകാശപ്പെടുന്നു. ഇതിൻ്റെ വൈരുദ്ധ്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സോഷ്യൽ ഡാർവിനിസം എന്താണ്, അതൊന്ന് വിശദീകരിക്കണമെന്ന് കഴിഞ്ഞ എൻ്റെ പ്രസംഗത്തിൽ ഞാനത് ഒന്ന് സൂചിപ്പിച്ചു പോയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. സോഷ്യൽ ഡാർവിനിസം എന്ന് പറഞ്ഞാൽ ഡാർവിൻ്റെ പരിണാമവാദത്തിൻ്റെ ഒരു പ്രതിധ്വനി എന്ന നിലക്ക് സോഷ്യൽ സയൻസിൽ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ്. സോഷ്യൽ ഡാർവിനിസം ചെയ്തത് ഡാർവിൻ്റെ പരിണാമവാദം, ആ പരിണാമവാദം മനുഷ്യവംശത്തിന് ബാധകമാക്കുകയാണ്. വേറെ രീതി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഡാർവിൻ സിദ്ധാന്തിച്ചത് ഈ മൃഗങ്ങളിൽ നിന്ന് പരിണമിച്ചിട്ടാണ് മനുഷ്യരുണ്ടായത്. ഈ ഒരു സിദ്ധാന്തത്തെ സോഷ്യൽ സയൻസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് സോഷ്യൽ ഡാർവിനിസം അടിസ്ഥാനപരമായി പറഞ്ഞത് മനുഷ്യരിലുള്ള വ്യത്യസ്ത വർഗ്ഗങ്ങൾ, ഈ വ്യത്യസ്ത വർഗ്ഗങ്ങൾ പരിണാമ വൃക്ഷത്തിന്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉടലെടുത്തവരാണ്. വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉടലെടുത്തവരാണെന്ന് പറഞ്ഞാൽ ഒരു റേസ്, ഒരു വർഗം, ആ വർഗം പരിണാമ ചരിത്രത്തിൽ ഒരു സന്ദർഭത്തിൽ ഉടലെടുത്തു, അതൊരു പ്രത്യേക സ്പീഷീസ് ആണ്. വേറെ റേസ് വേറൊരു പ്രത്യേക സ്പീഷീസ് ആണ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ പദത്തിന്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല. ഇവയൊക്കെ പരിണാമത്തിൽ വ്യത്യസ്ത രീതികളിൽ രൂപം കൊണ്ട വർഗ്ഗങ്ങളാണ്. അങ്ങനെ രൂപം കൊണ്ട വർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ വർഗ്ഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ കഴിവുകളാണുള്ളത്. ഇപ്പോൾ പരിണാമ വൃക്ഷത്തിൽ നമ്മൾക്കറിയാം, അതിന്റെ ഏറ്റവും ഉയരത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. മനുഷ്യനാണ് പരിണാമ വൃക്ഷത്തിൽ ഏറ്റവും ഉന്നതൻ. ഇത് മനുഷ്യരിലെ വ്യത്യസ്ത വർഗ്ഗങ്ങൾ പരിണാമ വൃക്ഷത്തിന്റെ വ്യത്യസ്ത ചില്ലകളിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യരിലെ വ്യത്യസ്ത വർഗ്ഗങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നു. ഒരു വർഗ്ഗം നല്ല വർഗ്ഗമാണ്, ഒരു വർഗ്ഗം കൂടുതൽ കഴിവുകളുള്ള വർഗ്ഗമാണ്, മറ്റേ വർഗ്ഗം അധമമാണ്, മറ്റേ വർഗ്ഗം പരിണാമ വൃക്ഷത്തിൽ കുറച്ചുകൂടി താഴെയാണ് എന്ന ധാരണ അത് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ സോഷ്യൽ ഡാർവിനിസം ഡെവലപ്പ് ചെയ്ത് വന്ന കാലത്ത് തന്നെ അവർ പറഞ്ഞത് കറുത്ത വർഗ്ഗക്കാരാണ് ഈ മൃഗങ്ങളിൽ നിന്ന്, ആൾക്കുരങ്ങുകളിൽ നിന്ന്, ആൾക്കുരങ്ങ് എന്ന പൊതുപൂർവികനിൽ നിന്ന് പരിണമിച്ച് ആദ്യം ഉണ്ടായത് കറുത്ത വർഗ്ഗക്കാരാണ്. വെളുത്ത വർഗ്ഗക്കാരുണ്ടായത് പിന്നീടാണ്. എന്ന് പറഞ്ഞാൽ പരിണാമ ചരിത്രത്തിൽ അതിന്റെ ടൈം ലൈനിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് കറുത്ത വർഗ്ഗക്കാരും പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് വെളുത്ത വർഗ്ഗക്കാരുമാണ്. ഇങ്ങനെ പറയുമ്പോൾ പരിണാമ സിദ്ധാന്തം അനുസരിച്ച് അവസാനം പ്രത്യക്ഷപ്പെടുന്ന ആളുകൾക്കാണ് കൂടുതൽ കഴിവുകൾ ഉണ്ടാവുക, ദിഷണാപരമായും ശാരീരികമായും എല്ലാം. അതിന് മുമ്പ് പ്രത്യക്ഷപ്പെട്ട ആളുകൾ ഇതിലെല്ലാം പിന്നോക്കമായിരിക്കും. ഈ ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ വെളുത്ത ആളുകൾക്കാണ് നല്ല മേധാശക്തിയുള്ളത്, ദിഷണാശക്തിയുള്ളത്, അവരാണ് ലോകം ഭരിക്കേണ്ടത്, അവരുടെ ആധിപത്യമാണ് ലോകത്ത് പുലരേണ്ടത്, കറുത്ത വർഗ്ഗക്കാർ അവരുടെ അടിമകളായി നിലകൊള്ളേണ്ടവരാണ് എന്ന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി സമർത്ഥിക്കപ്പെട്ടു. ഇത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉണ്ടാക്കിയ ഒരു അലയൊലിയായിരുന്നു. ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് ഏതുവരെ എത്തി എന്ന് ചോദിച്ചാൽ, ചില ആളുകളെല്ലാം പറഞ്ഞു ഈ ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകൾ അവർ പരസ്പരം മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ, മീറ്റിംഗ് നടത്താൻ പാടുള്ളൂ, കാരണം ജീന് പുറത്തു പോകാൻ പാടില്ല. കറുത്ത വർഗ്ഗക്കാർ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഇത് പൊല്യൂട്ടഡ് ആകും, പൊല്യൂട്ടഡ് ആവുന്നതോടുകൂടി ഈ ഉന്നതമായ വർഗം എന്ന ഒരു സങ്കല്പം തകരും എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ശുദ്ധമായ വംശവെറി അല്ലെങ്കിൽ വർണ്ണവെറി, അതന്നെ ശുദ്ധമായ വർണ്ണവെറി, വംശവെറി, വർഗവെറി, അതിന് ശാസ്ത്രത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് വെളുത്തോരെ നല്ലോരാണ് എന്ന യൂറോസെൻട്രിക്കായ ഒരു കാഴ്ചപ്പാട് പ്രചരിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഏച്ചുകൂട്ടലുകളായിരുന്നു ഇത് മുഴുവൻ. അഡോൾഫ് ഹിറ്റ്ലർ, അതിനാണ് പിന്നീട് യൂജനിക്സ് എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നത്. യൂജനിക്സ് എന്ന് പറഞ്ഞാൽ ഈ ലോകം നന്നാകാൻ വേണ്ടി പലപ്പോഴും ഈ രീതിയിലുള്ള മീറ്റിംഗ് നടത്തണമെന്ന് മാത്രമല്ല, ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പരിണാമ വൃക്ഷത്തിൽ നേരത്തെ വന്ന ആൾക്കാരാണ്. ഓരോ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കണം എന്നാണ് യൂജനിക്സുകാർ ആവശ്യപ്പെട്ടത്. അത് നേർക്കുനേരല്ലെങ്കിൽ കൂടി അഡോൾഫ് ഹിറ്റ്ലർ അദ്ദേഹത്തിന്റെ നാസി കാലഘട്ടത്തിൽ ജർമ്മനിയിൽ നടത്തിയ ഹോളോകോസ്റ്റ് നമുക്കറിയാം. ഈ ഹോളോകോസ്റ്റിന്റെ തന്നെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ യൂജനിക്സിന്റെ വേറൊരു വേർഷൻ ആയിരുന്നു, അല്ലെങ്കിൽ സോഷ്യൽ ഡാർവിനിസത്തിന്റെ വേറൊരു വേർഷൻ ആയിരുന്നു. അഡോൾഫ് ഹിറ്റ്ലർ പറഞ്ഞാൽ എന്താ വെച്ചാൽ, ആര്യന്മാരാണ് പരിണാമ വൃക്ഷത്തിൽ ഏറ്റവും മുകളിലുള്ളത്, ബാക്കിയുള്ളവരെല്ലാം അതിന്റെ താഴെയാണ്. അപ്പൊ ആര്യന്മാരാണ് ഏറ്റവും ഉഷാറ്, അവരാണ് എല്ലാ രംഗത്തും മുന്നിട്ട് നിൽക്കുന്നത്, ദിഷണാശക്തിയിൽ പ്രത്യേകിച്ചും. അപ്പൊ അവര് ബാക്കിയുള്ളവരെ ഭരിക്കുകയാണ് ചെയ്യേണ്ടത്, ബാക്കിയുള്ളവർ അടിമകളാകണം. അങ്ങനെ ആര്യന്മാർ അടിമകളാകണം. ആ അടിമകളിൽ ഏറ്റവും പ്രശ്നക്കാരായിരുന്നു ജൂതന്മാർ. ഹിറ്റ്ലറുടെ ഈ വീക്ഷണത്തിൽ പരിണാമത്തിൽ മുൻപന്തിയിൽ നിൽക്കാത്ത ആളുകൾ, പരിണാമപരമായി പുരോഗമിക്കാത്തവർ, ആ ജൂതന്മാരെ നശിപ്പിച്ചിട്ട് വേണം ജർമ്മനിയെ നന്നാക്കാൻ എന്നൊരു സിദ്ധാന്തമാണ് അദ്ദേഹം ആവിഷ്കരിച്ചതും അദ്ദേഹം പ്രയോഗവൽക്കരിച്ചതുമെല്ലാം. ഇവിടെ അത് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ലോകത്തെ ഏറ്റവും രക്തരൂഷിതമായ വംശീയ ഉന്മൂലനങ്ങളും വർഗവെറിയും വംശവെറിയും വർണ്ണവെറിയും എല്ലാം ഉണ്ടായി വന്നത് യഥാർത്ഥത്തിൽ പരിണാമ സിദ്ധാന്തത്തിന്റെ വെളിച്ചത്തിലാണ്. ഭൗതികവാദം ലോകത്തിന് നൽകിയ സംഭാവനകളുടെ കൂട്ടത്തിൽ ചേർക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതും.
മതത്തിന് നേരെ മതവിശ്വാസികൾ മതത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞ് കാടിളക്കുന്നവർ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കാണാതെ പോകുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. രണ്ടാമതായി ഇവിടെ പറഞ്ഞത് എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ ചെറുതായി സൂചിപ്പിച്ചു പോയിരുന്നു. മതവിശ്വാസികൾ കുട്ടികളെ മതം പഠിപ്പിക്കരുത് എന്ന് യുക്തിവാദികൾ പറയുന്നു. എന്നാൽ അതേ യുക്തിവാദികൾ അവരുടെ കുട്ടികളെ യുക്തിവാദികളായി തന്നെ വളർത്തണമെന്നും അവർക്ക് ആ രീതിയിലുള്ള പങ്കാളിത്തം നൽകണമെന്നും ക്ലാസ്സുകൾക്ക് കൊണ്ടുപോകണമെന്നും എല്ലാം ഉത്ബോധിപ്പിക്കുന്നു. ഇത് തമ്മിൽ പ്രകടമായ വൈരുദ്ധ്യമില്ലേ? ആ വൈരുദ്ധ്യമുണ്ട്. അത് ഞാനല്ല അതിന് വിശദീകരണം തരേണ്ടത്. അതിന് വിശദീകരണം കൊടുക്കേണ്ടത് ഇവിടുത്തെ യുക്തിവാദികളാണ്. ഇവിടുത്തെ യുക്തിവാദി സുഹൃത്തുക്കൾ ഇത്രയും പരിപാടികൾ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു വൈരുദ്ധ്യത്തിന് ഇവിടെയുള്ള നാട്ടുകാർക്ക് അവരുമായുള്ള സംസാരങ്ങളിലെങ്കിലും ഒരു വിശദീകരണം നൽകും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പരിപാടി അവസാനിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ പരിപാടികളെല്ലാം നടത്തിയത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള വാശിയുടെ പേരിലോ ജയിക്കാൻ വേണ്ടിയിട്ടോ ആരോടെങ്കിലും ഉള്ള എന്തെങ്കിലും തർക്കം നടത്താനുള്ള ആഗ്രഹത്തിൻ്റെ പേരിലോ ഒന്നുമല്ല. ഈ പരിപാടി നടത്തിയത് യുക്തിവാദത്തിൻ്റെ അടിത്തറകൾ യഥാർത്ഥത്തിൽ അബദ്ധമാണ് എന്ന് പറയാനും പടച്ച തമ്പുരാൻ അവതരിപ്പിച്ച മതമാണ് മനുഷ്യനെ മാനവികതയിലേക്കും നന്മയിലേക്കും പരലോകത്തെ വിജയത്തിലേക്കും നയിക്കുന്നത് എന്ന് സമർത്ഥിക്കാനുമാണ്. ഇവിടെ നടന്ന വിഷയാവതരണങ്ങളും 2 പ്രോഗ്രാമുകളിലായി നടന്ന വിഷയാവതരണങ്ങളും ചോദ്യോത്തരങ്ങളുമെല്ലാം ആ ഒരു പ്രയത്നത്തിൻ്റെ ആ ഒരു സതുദ്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു. ആ സതുദ്ദേശത്തോടു കൂടി ആ ഗുണകാംക്ഷയോട് കൂടി അത് ഉൾക്കൊള്ളുകയും ഇവിടെ പറയപ്പെട്ട ആശയങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങൾ തേടി ചെല്ലുകയും എല്ലാം ചെയ്ത് സത്യം എവിടെയാണ് എന്ന് വസ്തുനിഷ്ഠമായി അന്വേഷിക്കാൻ സന്നദ്ധമാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.